സങ്കല്പത്തിലെ മരുമകളെ കുറിച്ച് 2 വാക്ക് പറയൂ. നമ്മള് പാരമ്പര്യപരമായിട്ട് കോടീശ്വരന്മാരാണ്. അതുകൊണ്ട് നമ്മുടെ സ്റ്റാറ്റസിന് യോജിച്ച ഒരു കുടുംബത്തിലെ പെണ്ണ് വേണമെന്നൊന്നുമില്ല, നിർബന്ധമൊന്നുമില്ല. ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്നായാലും മതി. സ്ത്രീധനത്തെ പറ്റി സ്ത്രീധനം നമുക്കൊന്നും വേണ്ട, നമുക്കൊന്നും സ്ത്രീധനമേ വേണ്ട. പക്ഷെ അവര് അറിഞ്ഞു വല്ലതും സ്ത്രീധനമായിട്ട് വല്ല 100 പവൻ സ്വർണവോ ഒരു ഓടി കാറോ 50 സെന്റ് സ്ഥലമോ ഏക്കറൊക്കെ ഇങ്ങോട്ട് എഴുതി തരണമെങ്കിൽ നമ്മൾ അല്ല വാങ്ങും. കാരണം സന്തോഷത്താൻ എഴുതി തരണയാണല്ലോ. അത് നമ്മൾ വാങ്ങിക്കാത്തത് വാങ്ങിക്കാതിരുന്നാൽ അത് നമുക്കാണ് മോശം. അതുകൊണ്ട് അറിഞ്ഞല്ലോ എഴുതി തരികയാണെങ്കിൽ നമ്മൾ വാങ്ങിക്കും. അല്ല നമ്മൾ സ്ത്രീധനം അങ്ങോട്ട് ചോദിച്ചാൽ നമ്മൾ കുടുംബത്തിൽ ചേർന്ന പണിയല്ല കേട്ടോ. പക്ഷേ കുട്ടി അടക്കം ഒതുക്കം ഉള്ളൊരു കുട്ടിയായിരിക്കണം, അത് നിർബന്ധമാണ്. പിന്നെ എഡ്യൂക്കേഷൻ നിർബന്ധമാണ് കേട്ടോ. പിന്നെ അതാരും ഒന്നും പറയരുത്. എഡ്യൂക്കേഷന് നമ്മൾ വാല്യൂ കൊടുക്കുന്ന ഒരു കുടുംബമാണ് നമ്മുടേത്. അതുകൊണ്ട് എഡ്യൂക്കേഷൻ നിർബന്ധമാണ്. അതുകൊണ്ടൊരു 10ാം ക്ലാസ് വരെ പോയൊരു കുട്ടി മതി, അത്രയേ ഉള്ളൂ. അതാണ് നമ്മുടെ ആഗ്രഹം. എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻറ്റ്. ജോലി വേണ്ടേ മാഡം? എന്ത് അസംബന്ധമാണ് നിങ്ങൾ ഈ കുലമ്പുന്നത്? എൻ്റെ മരുമകളെ ഈ പുറത്തു പോയി കഷ്ടപ്പെടുത്താനല്ല ഞാൻ എൻ്റെ കുടുംബത്തിലേക്ക് കൊണ്ടുപോകുന്നത്. റാണിയെ പോലെ വാഴിപ്പിക്കാനാണ്. മനസ്സിലായോ? റാണിയെ പോലെ അവൾ വാഴാൻ വേണ്ടിയിട്ടാണ് എൻ്റെ കുടുംബത്തിൽ മരുമകളായിട്ട് ഞാൻ കൊണ്ടുപോകുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ചെറുതായിട്ട് വീട്ടിലൊക്കെ ജോലി ചെയ്തോട്ടെ. ഇങ്ങനെ ജോലി ചെയ്യാതിരുന്നാൽ എന്തെങ്കിലും അസുഖമൊക്കെ വരും. അതുകൊണ്ട് ചെറുതായിട്ട് വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പണി ചെയ്തോട്ടെ, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ വെളുപ്പാങ്കാലത്ത് എണീക്കണമെന്നൊന്നും ഞാൻ പറയില്ല. പുലർച്ചെ അവരെ സൗകര്യം പോലെ എണീറ്റാൽ മതി. എന്നാൽ എത്ര മണിക്ക് എണീക്കണമെന്നാണ് ആഗ്രഹം? അത് എന്തുവാ, ഞാനീ 3 മണിക്ക് എണീക്കാനൊന്നും പറയില്ല. വെളുപ്പിനെ 3 മണിക്ക് എണീക്കാനൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. വേണമെങ്കിൽ ഒരു 3 എണീക്കട്ടെ, അത് മതി. ഒരു രാഗമേഘം താ